സോളാറിൽ വർക്ക് ചെയ്യുന്ന ജനറേറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇതുവരെ കണ്ടത് ഡീസലും പെട്രോളും വർക്ക് ചെയ്യുന്നല്ലേ. ഇതൊരു ഗംഭീരമായിട്ടുള്ള ഒരു ജനറേറ്റർ ആണ്. ഒരു ഔട്ട്ഡോർ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിത് ചാർജ് ചെയ്തിട്ട് അവിടെ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ മെഷീൻ വെച്ചതിന് ശേഷം കറണ്ട് പോയിട്ടില്ല. ഇവിടെ കറണ്ട് പോയാൽ എല്ലാവരും വെറുതെ ഇരിക്കേണ്ടി വരും. ഓൺ റണ്ണിങ് ആണ്. 3 ഫേസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതിലെ കപ്പാസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് 10 കിലോ വാട്ട് മുതൽ 3 ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മറ്റേതാകുമ്പോൾ നമ്മൾ പെട്രോൾ ഒഴിക്കണം അല്ലെ ഡീസൽ ഒഴിക്കണം? പെട്രോളും ഡീസലും മാത്രമല്ല, നമ്മൾ പൊല്യൂഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ഇതുപോലെ അകത്ത് കയറ്റി വയ്ക്കാൻ പറ്റത്തില്ല. ഇതിന് സ്മാർട്ട് ഫീച്ചേഴ്സ് എന്തെങ്കിലും വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ലിഥിയം അയൺ ബാറ്ററി പാക്സ്. F0 എന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടാണ്. കാക്കനാട് കിൻഫ്രയിലുള്ളത് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററിലുള്ളത്. ഇവിടെ ഹൈക്കണിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ പല ടൈപ്പ് ജനറേറ്റേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, പെട്രോളിലും ഡീസലിലും ഒക്കെ വർക്ക് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത് ഒരു പുതിയ തരം ജനറേറ്റർ, അതായത് സോളാർ സപ്പോർട്ടഡ് ആയിട്ടുള്ള ജനറേറ്റർ. ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഹൈക്കൺ കമ്പനിയുടെ ജനറൽ മാനേജർ ആയിട്ടുള്ള അജീസ് സർദ നമ്മുടെ കൂടെ ഉണ്ട്. സാർ, ഈ ഒരു ഹൈക്കൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? ഹൈക്കോൺ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 34 ഇയേഴ്സ് കഴിഞ്ഞു. ഇങ്ങനെ ഒരു ജനറേറ്ററിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? കാരണം നമുക്കറിയാം, ഡൽഹി ഇപ്പോൾ പൊല്യൂഷൻ പ്രശ്നത്തിന്റെ പേരിൽ ജനറേറ്ററെല്ലാം അവിടെ ബാൻ ചെയ്തു. അപ്പോൾ അവിടെ ബാൻ ചെയ്തതിന്റെ പേരിൽ ഇനി പകരം വേറൊരു സോഴ്സ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഇനി ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സോളാറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, സോളാറിൻ്റെതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ടുവരണം. അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഇന്നോവേഷൻ ആയിട്ട് കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. ആർക്കൊക്കെയാണ് ഇത് ശരിക്കും നമുക്ക് ഉപകാരപ്പെടുന്നത്? ഇത് എല്ലാതരം കസ്റ്റമേഴ്സിനും യൂസ് ചെയ്യാം. ഇപ്പോൾ ഡൊമസ്റ്റിക് പർപ്പസിൽ യൂസ് ചെയ്യാം, വീടുകളിൽ യൂസ് ചെയ്യാം. വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റും. വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റും. വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി 3 കിലോ വാട്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിലേക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസിനും യൂസ് ചെയ്യാം. ഏത് ക്രിട്ടിക്കൽ ആപ്ലിക്കേഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഈ ജനറേറ്ററുകൾ നമുക്ക് ഉണ്ട്. ജനറേറ്ററിൽ നമുക്ക് ഏതൊക്കെ ടൈപ്പാണ് വരുന്നത്? ജനറേറ്ററിനകത്ത് 2 ടൈപ്പാണ് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. കണക്ഷനെ അനുബന്ധിച്ച് 2 തരത്തിലാണ് നമ്മൾ ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. സിംഗിൾ ഫേസും 3 ഫേസും. ഈ കാണുന്നതാണ് നമ്മളെ സിംഗിൾ ഫേസ്. ഇത് സിംഗിൾ ഫേസ് മോഡലാണ്. സിംഗിൾ ഫേസ്. ഇത് 3 ഫേസ് മോഡലാണ്. ഇത് എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങും ഉപയോഗവും കാര്യങ്ങളൊക്കെ വരുന്നത്? സിംഗിൾ ഫേസിനകത്ത് കപ്പാസിറ്റി വരുന്നത് 3 കിലോ വാട്ട്, 5 കിലോ വാട്ട് 2 കപ്പാസിറ്റിയിലാണ് ഉള്ളത്. ഇനി ഓഫ് ഗ്രിഡ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 6 കിലോ വാട്ട് എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി കൂടെ നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് ഹൈബ്രിഡ് അതായിട്ട് അങ്ങനെയുള്ള ഒരു സിസ്റ്റം കാണുന്നുണ്ടല്ലോ, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്? ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഓഫ് ഗ്രിഡ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും, ഹൈബ്രിഡ് സിസ്റ്റം ആയിട്ടും യൂസ് ചെയ്യാം. 2 തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബാറ്ററി പാക്ക് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ആണ്. ലിഥിയമാണ്. ലിഥിയം അയൺ ഫോസ്ഫേറ്റ് സേഫ്റ്റി കൂടിയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് സേഫ്റ്റിയിൽ വരുന്ന ഒരു ബാറ്ററിയാണ്. ഇതിൽ മാക്സിമം കപ്പാസിറ്റി 15 kWh വരെയും നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി കൊണ്ടുവരാൻ പറ്റും. ലോഡബിലിറ്റി 5 കിലോ വാട്ട് വരെ മാക്സിമം സിസ്റ്റത്തിൽ നമുക്ക് ലോഡ് ചെയ്യാം. അതുപോലെ കപ്പാസിറ്റി സ്റ്റോറിങ് 15 kWh വരെയും എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതൊരു കസ്റ്റമർ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് കസ്റ്റമർക്ക് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പ് ഇൻസ്റ്റലേഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. നമുക്ക് ഇതിലേക്ക് ഇൻപുട്ട് കണക്ഷൻ ആവശ്യമായിട്ടുള്ള ലോഡുകൾ കണക്ട് ചെയ്യാം. ഇതിൽ നിന്ന് ബാക്കപ്പ് വർക്ക് ചെയ്യേണ്ട ലോഡുകൾ ഇതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഇതിലേക്കുള്ള സപ്ലൈ ഓൺ ചെയ്ത് ഇതിൻ്റെ പവർ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്ത് തുടങ്ങും. പിന്നെ ഫിറ്റ് ആൻഡ് ഫോർഗെറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യുന്നത്. സാധാരണ ജനറേറ്റർ പോലെ പോയി ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വേറെ MF ഫാനിലോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് താഴെ കാണുന്നത് എന്തൊക്കെയാണ്? പിന്നെ ഇതിൽ വരുന്നത് ഇത് സോളാർ പാനലിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ള പോയിന്റ് ആണ്. ഡയറക്റ്റ്ലി നമുക്ക് സോളാർ പാനൽ ഇതിലേക്ക് കണക്ട് ചെയ്യാം. 5 കിലോ വാട്ടിൻ്റെ സിസ്റ്റത്തിനകത്ത് നമുക്ക് 5250 വാട്ട്സ് വരയ്ക്കും പാനൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എമർജൻസി എന്തെങ്കിലും സിറ്റുവേഷനിൽ നമുക്ക് ബൈപ്പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ്, ബൈപ്പാസ് സ്വിച്ച് ആണ്. നമ്മൾ ഈ ജനറേറ്ററിൽ വീല് കാണുന്നില്ല, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്? വീല് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു പോർട്ടബിൾ ആപ്ലിക്കേഷനും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ്. പോർട്ടബിൾ ആകുന്നതോട് കൂടിയിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ പോർട്ടബിൾ ആവശ്യങ്ങളായിട്ടുള്ള ഇപ്പോൾ കല്യാണത്തിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷന് യൂസ് ചെയ്യാം. അതെ. അപ്പോൾ നമുക്കൊരു ഔട്ട്ഡോർ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് ചാർജ് ചെയ്തിട്ട് അവിടെ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ 3 ഫേസിലേക്ക് കിടക്കാണ് അല്ലേ? അതെ. 3 ഫേസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതിലെ കപ്പാസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് 10 കിലോ വാട്ട് മുതൽ 3 ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10 കിലോ വാട്ട്. അതായത് 10 കിലോ വാട്ട് നമുക്ക് ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റി 30 കിലോ വാട്ട് മുതൽ ഇതിന്റെ കപ്പാസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ മാക്സിമം കപ്പാസിറ്റി ഈ സൈസിനകത്ത് കൊള്ളുന്നത് 60 കിലോ വാട്ട് അവറിന്റെ ബാറ്ററിയും അതുപോലെ തന്നെ 30 കിലോ വാട്ടിന്റെ ഇൻവെർട്ടറും. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതില്?
ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 10.24 kWh മൊഡ്യൂൾസ് വെച്ച് കഴിഞ്ഞാൽ 80 kWh വരയ്ക്കും നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. അതായത് സ്റ്റോറേജ് നമുക്ക് 8 ഇരട്ടി വരയ്ക്കും നമുക്ക് കൂട്ടാൻ പറ്റും 10 kW ഇൻവെർട്ടറിൽ. ഓക്കെ. അതുപോലെ ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി മാക്സിമം 40 kVA വരയ്ക്കും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അത് ഇതിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് തന്നെയാണ്. ഇനി അതിന് മേലെ കപ്പാസിറ്റി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഫ്ലെക്സിബിലിറ്റി അടുത്ത കപ്പാസിറ്റിയിലേക്ക് പോവാം. അതായത് ഇതിൻ്റെ അടുത്ത സൈസ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാബിനറ്റ് ഇല്ലാതെ, ഇത് ഔട്ട്ഡോർ പർപ്പസിന് വേണ്ടി നിർമ്മിച്ചാണ്, ഈ ഔട്ട്ഡോർ ക്യാബിനറ്റ് ഇല്ലാതെ ഇൻഡോർ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു റൂമോ അല്ലെങ്കിൽ റൂം സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, വാൾ സ്പേസ് ഉണ്ടെങ്കിൽ നമ്മളിതെല്ലാം വാളിനകത്തും റൂമിനകത്തും സെറ്റ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ സ്പേസിനകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ. അത് എത്ര വേണമെങ്കിലും നമുക്കത് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് എത്ര കപ്പാസിറ്റി വേണമെങ്കിലും നമുക്കത് ചെയ്ത് കൊടുക്കാം. 3 ഫേസ് എക്യുപ്മെന്റിൽ നമ്മൾ പറയുന്ന ഫ്രണ്ട് പാനൽ ഈ കാണുന്നതാണ്. ഇതിൽ 3 ഫേസിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേസ് ഉണ്ട്. ഇത് 3 ഫേസ് പ്രൊഡക്റ്റ് മാത്രമായിട്ടല്ല, സിംഗിൾ ഫേസിൻ്റെ 3 പ്രൊഡക്റ്റ് ആയിട്ട് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു ഫേസ് കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിലും 3 ഫേസ് എക്യുപ്മെൻറ്റുകളാണെങ്കിൽ നോർമലി എല്ലാ ഫേസും ഡിസ്കണക്ട് ചെയ്ത് ഇൻവെർട്ടറിലായിരിക്കും വർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഫേസിനെയും കോൺഫിഗർ ചെയ്യാം. അത് മാത്രമല്ല ഇതിനകത്ത് എനർജി മീറ്ററുകളുണ്ട്, അതുപോലെ ഇൻപുട്ട് പ്രൊട്ടക്ഷൻസ്, ഔട്ട്പുട്ട് പ്രൊട്ടക്ഷൻസ്, ഫേസ് എല്ലാം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ സോളാർ പാനലിന് വേണ്ടിയിട്ടുള്ള SPD, അതുപോലെ MCB പ്രൊട്ടക്ഷൻസ് എല്ലാം നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാറ്ററിക്കും MCBയും പ്രൊട്ടക്ഷൻസും കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഫേസ് കണ്ടതുപോലെ തന്നെ ഇതിനകത്തും ഇൻപുട്ട് ഔട്ട്പുട്ട് പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പ്, ഫോർഗെറ്റ് ആൻഡ് ഫിറ്റ് ടൈപ്പ് കണക്ഷൻസും ഉണ്ട്. അതുകൂടാതെ പെർമനന്റ് കണക്ഷനും ഇതിനകത്തുണ്ട്. ടെർമിനലായിട്ട് ഫിക്സ് ചെയ്യണമെങ്കിൽ ഈ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ടെർമിനൽ ടൈപ്പ് കണക്ഷൻസും ഇതിനകത്തുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ബാറ്ററി പാക്ക്, ലിഥിയം അയൺ ബാറ്ററി പാക്സ്. ഇത് ചെറിയ മൊഡ്യൂൾ 5 kW മൊഡ്യൂളാണ്, 5.12 kWh എന്ന് പറയും. വലുത് കാണുന്നത് 10.24 kWh. ഇതാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത് അല്ലേ? ഈ 2 മൊഡ്യൂൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ജനറേറ്റർ ബാറ്ററി കപ്പാസിറ്റി, നമ്മൾ സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മൾ ആഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇനീഷ്യൽ ബാറ്ററി കപ്പാസിറ്റി ചെറിയ കപ്പാസിറ്റി വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അതാണ് ഈ ജനറേറ്ററിന്റെ മറ്റൊരു പ്രത്യേകത. ഇതിൽ സ്മാർട്ട് ഫീച്ചേഴ്സ് എന്തെങ്കിലും വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. 2 പ്രോഡക്റ്റും വൈഫൈ കണക്ടിവിറ്റി, റിമോട്ട് മോണിറ്ററിംഗ്, അതുപോലെ തന്നെ സ്മാർട്ട് മോണിറ്ററിംഗ് എല്ലാം ഉള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതുവഴി നമുക്ക് കസ്റ്റമർ സൈറ്റിലുള്ള വൈഫൈയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നെറ്റ്വർക്കിലോ കണക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ പാരാമീറ്റേഴ്സും എല്ലാ കാര്യങ്ങളും നമുക്ക് മോണിറ്റർ ചെയ്യാനും, അതേസമയം നമുക്ക് അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും കസ്റ്റമർക്ക് അതിന് ഇൻഫർമേഷൻ കൊടുക്കാനും പറ്റും. അതൊക്കെ നമുക്ക് മൊബൈലിൽ എവിടെ നിന്നിട്ട് നമുക്ക് അറിയാനും പറ്റും, എവിടെ നിന്ന് വേണമെങ്കിലും കാണാം. നമ്മളിപ്പോൾ നിലവിൽ കാണുന്ന ജനറേറ്റേഴ്സ് ഉണ്ടല്ലോ, അതായത് ഡീസൽ, പെട്രോൾ ഒക്കെ, അതും ഇതുമായിട്ടുള്ള വ്യത്യാസം നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? പ്രധാനമായിട്ടും ഇതൊരു പൊല്യൂഷൻ ഫ്രീ പ്രൊഡക്റ്റ് ആണ്. അതായത് നോ പൊല്യൂഷൻ, നോ സൗണ്ട് പൊല്യൂഷൻ, നോ വൈബ്രേഷൻ, അതുപോലെ തന്നെ വേറെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽസോ അല്ലെങ്കിൽ സ്മോക്കോ നമുക്ക് ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വിടുന്നില്ല. അപ്പോൾ ഒരു എക്കോ ഫ്രണ്ട്ലി ഒരു പൊല്യൂഷൻ ഫ്രീ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഗ്ലോബൽ വാർമിംഗ് പോലുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ട് വരുന്ന ടെമ്പറേച്ചർ റൈസ്, അതെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു മെയിൻ ഹൈലൈറ്റ് നമുക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ജനറേറ്റർ ആണെങ്കിൽ കറണ്ട് പോകുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. കറണ്ട് ഉള്ള സമയത്ത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത് ഐഡിയലായിട്ട് ഇരിക്കുകയാണ്. ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 24 hours ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ 2-3 ഫീച്ചേഴ്സ്, പുതിയതായിട്ടുള്ള ഫീച്ചേഴ്സ്, പീക്ക് ലോഡ് ഷിഫ്റ്റിംഗ്, പീക്ക് ഷേവിംഗ് എന്ന് പറയും. പീക്ക് ലോഡ് ഷിഫ്റ്റിങ്ങും പീക്ക് ഷേവിംഗ് വഴി നമുക്ക് ഇപ്പോൾ ഉള്ള എനർജി കൺസപ്ഷൻ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ എനർജി കൺസപ്ഷൻ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സോളാർ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ആ സോളാർ എനർജി ഡേ ടൈമിൽ നമ്മൾ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ആ എനർജി എടുത്തിട്ട് നമുക്ക് പീക്ക് ടൈമിൽ, അതായത് വൈകുന്നേരം 6 മണി തൊട്ട് 10 മണി വരെയുള്ള സമയത്ത് ബാറ്ററി ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അതുവഴി പീക്ക് ടൈമിൽ വരുന്ന എനർജി കൺസപ്ഷനും കോസ്റ്റും നമുക്ക് കുറയ്ക്കാം. പിന്നെ അടുത്തൊരു ഓപ്ഷൻ പീക്ക് ലോഡ് ഷിഫ്റ്റിംഗ് ഉണ്ട്. പീക്ക് ലോഡ് ഷിഫ്റ്റിങ്ങിനകത്ത് വരുന്നത് നമുക്ക് ഓഫ് പീക്ക് സമയത്ത്, അതായത് 10 മണിക്ക് ശേഷം നമ്മുടെ എനർജി കോസ്റ്റ് കുറവായിരിക്കും. ഈ എനർജി കോസ്റ്റ് കുറവുള്ള സമയത്ത് സോളാർ ഇല്ലെങ്കിൽ പോലും നമുക്ക് ബാറ്ററിനെ ചാർജ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് ഡേ പീക്കിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്കൊരു യൂണിറ്റിൽ ഒരു 20-30% സേവിങ്സ് വരെ നമുക്ക് മാക്സിമം സേവ് ചെയ്യാൻ പറ്റും. ആ ഒരു സേവിങ്സ് കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റ് 5 വർഷം 6 വർഷം വരയ്ക്കും പേ ബാക്ക് പീരീഡ് നമുക്ക് തിരിച്ചു കിട്ടും. സോളാർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു 3 yearsന്റെ ഉള്ളിലായിട്ട് നമുക്ക് പേ ബാക്ക് പീരീഡ് ആയിട്ട് എടുക്കാൻ പറ്റും. ഹൈക്കന്റെ ഈ ഒരു ജനറേറ്ററിന്റെ വാറണ്ടി എങ്ങനെയാണ് പറയുന്നത്? വാറണ്ടി നമ്മൾ 10 years ആണ് കൊടുക്കുന്നത്. എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഈ ജനറേറ്ററുകൾക്കെല്ലാം 10 years വാറണ്ടി കൊടുക്കുന്നുണ്ട്. 5+5 എന്ന് പറയുന്ന കണ്ടീഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. 5 year വരയ്ക്കും നമുക്ക് പാർട്സ് റീപ്ലേസ്മെന്റ് പോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. സർവീസബിൾ ആയിട്ടുള്ള പാർട്സുകളെല്ലാം സർവീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കി 5 years വരുന്നത് പ്രോറാറ്റ വാറണ്ടിയാണ്. എവിടെ വരെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്? കേരളം മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല, കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ സപ്ലൈ ഉണ്ട്, അതിൻ്റെ സർവീസ് എല്ലാം ഉണ്ട്. ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. മുംബൈ, പൂനെയിലൊക്കെ നമ്മൾ ഓൾറെഡി സപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ഓൾറെഡി പ്രോഡക്റ്റ് പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. പ്രൈസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്?
പ്രൈസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ചെറിയ കപ്പാസിറ്റി 3 കിലോ വാട്ടാണ്. 3 കിലോ വാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.25 ലാക്ക് തൊട്ടാണ്. അപ്പോൾ അതിന് മുകളിലോട്ട് ഡിപ്പെൻസ് കപ്പാസിറ്റി അതുപോലെ തന്നെ സ്റ്റോറേജിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് പ്രൈസ് വേരിയേഷൻ ഉണ്ടാവും. ഇത്രയും നേരം നമ്മൾ മെഷീനെ കുറിച്ചുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് അറിഞ്ഞിട്ടുണ്ട്. ഇനി മെഷീൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ വന്നിരിക്കുന്നത് ആലപ്പുഴയിലുള്ളത് ജ്യോതി ഹോമിയോ ഫാർമസ്യൂട്ടിക്കൽസിൽ ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള തോമസ് ചേട്ടനാണ് ഇപ്പോൾ കൂടുതലുള്ളത്. ഈ ഒരു മെഷീൻ ഇവിടെ വെച്ചിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഈ മെഷീൻ ഇവിടെ വെച്ചിട്ട് നമുക്ക് വളരെയധികം പ്രയോജനകരമാണ്. അതായത് ഈ മെഷീൻ വെച്ചതിന് ശേഷം കറണ്ട് പോയിട്ടില്ല ഇവിടെ. അതാണ് എപ്പോ വേണേലും ഹെൽഡപ്പ് ആകാതെ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ കറണ്ട് പോയാൽ കറണ്ട് പോയാൽ എല്ലാവരും വെറുതെ ഇരിക്കേണ്ടി വരും. ഇതാവുമ്പോൾ കറണ്ട് പോകത്തില്ല, ഒരിക്കലും ഹെൽഡപ്പ് ആകുന്നില്ല, ഓൺ റണ്ണിങ് ആണ്. കറണ്ട് പോയതായിട്ട് നമ്മൾ അറിയത്തേ ഇല്ല. ഒരിക്കലും മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആകത്തില്ല. നമ്മൾ എപ്പോഴും ഓഫ് ആക്കുന്നു അപ്പോഴേ ഓഫ് ആവുള്ളൂ, അതുവരെ ഓടിക്കൊണ്ടിരിക്കും. മറ്റേതാകുമ്പോൾ നമ്മൾ പെട്രോൾ ഒഴിക്കണം അല്ലെങ്കിൽ ഡീസൽ ഒഴിക്കണം. മറ്റേ ജനറേറ്റർ ആകുമ്പോൾ പിന്നെ പെട്രോളും ഡീസലും മാത്രമല്ല, നമ്മൾ പൊല്യൂഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ഇതുപോലെ അകത്ത് കയറ്റി വയ്ക്കാൻ പറ്റത്തില്ല. ഇതിപ്പോ കിടക്കുന്ന അകത്താണല്ലോ അല്ലേ? നമ്മൾ ജനറേറ്റിംഗ് മുറിയിൽ തന്നെ ഞാൻ വെച്ചിരിക്കുന്നത് കൊണ്ട് സ്പേസ് പോയിട്ടുമില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ വെക്കാം. ഈ ഒരു മെഷീൻ വെക്കുന്ന സമയത്ത് സോളാർ ഉണ്ടാവണം അങ്ങനെ നിർബന്ധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സോളാർ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, ഇല്ലാത്തവർക്കും വെക്കാം. ബട്ട് സോളാർ ഉണ്ടെങ്കിൽ സോളാറിൽ നിന്നാണ് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. വൈദ്യുതി KCB ആയിട്ട് യാതൊരു ബന്ധവുമില്ല. KCB വേണം, പക്ഷെ KCB ആയിട്ട് ബന്ധമൊന്നുമില്ല. ഇപ്പോൾ സോളാറിൽ നിന്ന് തന്നെ ബാറ്ററി ചാർജ് ചെയ്യുന്നു, നമ്മളത് ഉപയോഗിക്കുന്നു. പിറ്റേ ദിവസം അതുപോലെ തന്നെ സോളാറിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്യുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ പോലും KCB ഇല്ലെങ്കിൽ പോലും ഈ ഈജൻ എന്ന് പറയുന്നത് നല്ല കപ്പാസിറ്റി ഉള്ള സാധനമാണ്. ഞങ്ങൾ 10 kW ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് ഇല്ലാതെ ഞങ്ങളുടെ കാര്യങ്ങൾ നന്നായി നടന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. പണി ഒരു സമയത്ത് മുടങ്ങില്ല? ഇല്ല, ഒരിക്കലും ഇല്ല. സാധാരണഗതിയിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കണം. പിന്നെ എപ്പോഴാണ് കറണ്ട് വരുന്നതെന്ന് അറിയത്തില്ല. പിന്നെ സ്ഥിരമായിട്ട് ഈ ലൈൻ മെയിൻ്റനൻസും അതുമൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പോകും. പിന്നെ അതൊന്നും ഇല്ല. ഇപ്പം നമ്മൾ എവിടെ കറണ്ട് പോയാലും പോയില്ലെങ്കിലും നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് സംശയങ്ങളൊക്കെ വരുന്ന സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ സർവീസ് ഒക്കെ കറക്റ്റ് തന്നെയാണോ കമ്പനിയുടെ? വിളിച്ച ഉടനെ തന്നെ ആൻസർ ചെയ്യും. പിന്നെ അതുപോലെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആണ്, അവിടെ വരേണ്ട കേസുകളാണെന്നുണ്ടെങ്കിൽ അവർ വിതിൻ 12 മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ സാധാരണ ഇതിൽ ഉടനെ വരും, അല്ലെങ്കിൽ 12 മണിക്കൂറിനുള്ളിൽ വന്നിരിക്കും. ഇത്രയാണ് ഹൈക്കണ്ട ഈജൻ ഇലക്ട്രോണിക് ജനറേറ്ററിന്റെ വിശേഷങ്ങൾ. അല്ല, അടിപൊളി കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നല്ലേ. ഇനി നമ്മുടെ നാടുകളിലേക്ക്, നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക്, നമ്മുടെ വീടുകളിലേക്കൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജനറേറ്റർ നമ്മുടെ വീടുകളുടെ ഉള്ളിലാണെങ്കിലോ നമ്മുടെ സ്ഥാപനത്തിന്റെ ഉള്ളിലാണെങ്കിലോ എവിടെ വേണമെങ്കിലും, ഹോസ്പിറ്റൽസ്, അതേപോലെ തന്നെ നമ്മുടെ ഓഡിറ്റോറിയങ്ങളിൽ, എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ജനറേറ്റർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കുക, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.